സോ ഗായ്സ്, അപ്പോൾ അതെ ഇന്ന് നമ്മുടെ കയ്യിലൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉള്ളത്. അതെന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ് ഇതിനകത്തുള്ളത്. അതായത് വേറെ പ്രീമിയം സെറ്റാണ്, വേറെ ഒന്നിൻ്റെ അല്ല. നമ്മുടെ 2024 F1 പ്രീമിയം സെറ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അൺബോക്സ് ചെയ്തിട്ട് ആ വണ്ടിയുടെ ഡീറ്റെയിലിങ്ങും പിന്നെ ഏതൊക്കെയാണുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, നമുക്കപ്പോൾ ഈ ബോക്സിനകത്ത് മൊത്തം 8 നമുക്ക് ഇതിനകത്ത് വരുന്നത്. സോ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആരൊക്കെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ ഗൈസ്. സോ ഫസ്റ്റ് റെഡ് ബുൾ റേസിംഗ് RB20 #11 11ാം നമ്പർ വണ്ടിയാണ്. അതായത് സെർജിയോ പെറസിൻ്റെ വണ്ടിയാണ് ഇത്. നിങ്ങൾ ഡീറ്റെയിലിംഗ് നോക്ക്, ഉള്ളിൽ ആളൊക്കെ ഇരിക്കേണ്ടത് കണ്ടോ. ഹെൽമെറ്റിലുള്ള ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ കണ്ടോ. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. ഇത് മെറ്റൽ കാസ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലത്തെ വിങ് കാര്യങ്ങളൊക്കെ കണ്ടില്ല, റെഡ് ബുള്ളിൽ ബ്രാൻഡിങ് വെറുതെ സീൻ. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം കിട്ടിയേക്കുന്നത് ഇതാണ്. ഇനി നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. യെസ്, നമ്പർ 1 മാക്സ് വെസ്റ്റാപ്പൻ്റെ സാധനം. എൻ്റെ മോനെ, ഇതാണ്ട് ആ ഹെൽമെറ്റിൻ്റെ ഡീറ്റെയിലിംഗ് നോക്ക്. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് കണ്ടോ. ഇപ്പം ആ വ്യത്യാസം നമുക്ക് ആ നമ്പറും ഇപ്പം മറ്റത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ആ ഹെൽമെറ്റിൻ്റെ കണ്ടോ. നമുക്ക് അവർ യൂസ് ചെയ്യുന്ന ആ ഹെൽമെറ്റിൻ്റെ അതേ ഇത് തന്നെയാണ് ഇതിലും. അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ ഇതും കൊടുത്തേക്കുന്നത്. നമുക്ക് ആ വീൽസ്, പിന്നെ നമുക്ക് ആ സൈഡിലുള്ള ഇത് കാര്യങ്ങളൊക്കെ, ഫ്രണ്ട് വിങ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തത് നമുക്ക് F1 കിട്ടിയേക്കുന്നത്. അതും ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതറിയണത് ഇത് നമ്പർ 20 കെവിൻ മാഗ്നസിൻ്റെ സാധനമുള്ളത്. ഞാനിപ്പോൾ ഹോട്ട് വീൽസ് ഇപ്പോൾ എടുത്തേക്കുന്നതിനകത്ത് എനിക്ക് ഇത്രയും ഡീറ്റെയിലിംഗ്, അതായത് ആ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യണത്. പ്രൈസും അത്ര വരുന്നുണ്ട്. എന്താ അല്ലേ, ആ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ നമ്മളാ റിയലായിട്ട് കാണുന്ന ഒരു ഇത് തന്നെ. ഇത് ഈ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അതിനകത്താണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇപ്പം നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ എടുത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടിയിൽ ഇത് എഴുതിയിട്ടുണ്ട്, മറ്റേ കോപ്പി റൈറ്റിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ട. ഒഫീഷ്യൽ ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്, മെയ്ഡ് ഇൻ തായ്ലൻഡ്. 2025 കാസ്റ്റിംഗ് ആണ്. പക്ഷേ 2024 യൂസ് ചെയ്ത് നിൽക്കുന്ന ലൈബ്രറി കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിലുള്ളത്. അതായത് 2024 വണ്ടിയാണ്, പക്ഷേ 2025 കാസ്റ്റിംഗ് ആണ്. എന്താണ് കണ്ടോ, 2025. സോ അടുത്തത് ആൽപീൻ്റെ വണ്ടിയാണ് അടുത്തത്. ഹെൽമെറ്റ് എനിക്കതാണ്. ഇതാരാണ്, നമ്പർ 10. സോ ഗ്യാസ്ലിയുടെ വണ്ടിയാണത്. ഇതും ആ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ലൈസൻസ്ഡ് പ്രൊഡക്റ്റാണ്, ഹോട്ട് വീൽസ് പ്രീമിയം. സോ നെക്സ്റ്റ് ഏതാ നോക്കാം. വീണ്ടും റെഡ് ബുൾ RB20 നമ്പർ 1 മാക്സ് വെസ്റ്റാപ്പൻ. അപ്പോൾ നമുക്കിത് ഈ ബോക്സിനകത്ത് 2 വരുന്നുണ്ട് കേട്ടോ. അടുത്തത് ആൽപൈൻ നമ്പർ 31 എസ്തപ്പാൻ ഒക്കോൺ 2024 കാസ്റ്റിംഗ്. സെയിം ഡീറ്റെയിലിംഗ് തന്നെ. നമുക്ക് ആ നമ്പറും ഹെൽമെറ്റും മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമുക്ക് ഒരു ടീമിൽ 2 വണ്ടി ഉണ്ടാവുള്ളൂ. അപ്പം അതിൽ ഗ്യാസ്ലിയുടെ ടീം മെമ്പർ. അടുത്തത് വീണ്ടും റെഡ് ബുൾ സെർജിയോ പെറസ് നമ്പർ 11. അപ്പോൾ ഇതൊന്നും നമുക്ക്, അപ്പോൾ റെഡ് ബുള്ളിൻ്റെയാണ് നമുക്ക് ഇതിനകത്ത് 2 വന്നേക്കുന്നത് കേട്ടോ. പിന്നെ ഒരെണ്ണം കൂടെ വരാനുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഹാസിൻ്റെയാണ്. ഹാസ് F1 ടീമിൻ്റെയാണ്. ഇത് നമ്പർ 27 നിക്കോ ഹൽക്കൻബർഗ്. യെസ്, ഹാസിൻ്റെ നമുക്ക് 2ാമത്തെ വണ്ടി കിട്ടിയിട്ടുണ്ട്. എന്താ ഡീറ്റെയിലിംഗ് നോക്കല്ലേ, സെറ്റ് സാധനം. സോ നമുക്കപ്പോൾ ഇതിനകത്ത് അങ്ങനെ മൊത്തം 8
വണ്ടിയാണ് വരുന്നത്. അതായത് നമുക്കിപ്പോൾ റെഡ് ബുൾ റേസിങ്ങിൻ്റെ ഒക്കെ നമുക്ക് 2 എണ്ണം വെച്ച് വരുന്നുണ്ട്, ബാക്കിയൊക്കെ സിംഗിൾ പീസാണ്. സോ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലൊരു ഇൻസ്റ്റഗ്രാം പേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി ചോദിക്കാം, സാധനം അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. സോ നമുക്ക് അടുത്തൊരു കേസ് കിട്ടുന്നത് വരെ സീ യു നെക്സ്റ്റ് ടൈം.